കോയമ്പത്തൂർ ക്രിസ്ത്യൻ എക്യുമെനിക്കൽ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തു ജയന്തി മഹാജൂബിലിയും ക്രിസ്തുമസ് ആഘോഷവും വിപുലമായി സംഘടിപ്പിച്ചു. കുനിയമുത്തൂർ സെന്റ് മാർക്ക് ദേവാലയ അങ്കണത്തിൽ നടന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം രാമനാഥപുരം രൂപത അധ്യക്ഷനും എക്യുമെനിക്കൽ ഫെലോഷിപ്പിന്റെ രക്ഷാധികാരിയുമായ മാർ പോൾ ആലപ്പാട്ട് നിർവഹിച്ചു. നാം ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ ഹൃദയവും തിരുക്കുടുംബത്തിന്റെ മനസ്സും അറിഞ്ഞ് ക്രിസ്തുമസ് ആഘോഷിക്കണമെന്ന് മാർ പോൾ ആലപ്പാട്ട് ഉദ്ഘാടന സന്ദേശത്തിൽ വ്യക്തമാക്കി. ക്രിസ്തുമസ് കരോൾ ഗാന മത്സരവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ആഘോഷത്തെ വർണ്ണാഭമാക്കി. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 9ഓളം ക്രൈസ്തവ സംഘടനകളുടെ കൂട്ടായ്മയാണ് കോയമ്പത്തൂർ ക്രിസ്ത്യൻ എക്യുമെനിക്കൽ ഫെലോഷിപ്പ്. 10,000-ഓളം ക്രൈസ്തവ കുടുംബങ്ങളാണ് കൂട്ടായ്മയിൽ ഉൾപ്പെടുക. 21ഓളം ദേവാലയങ്ങൾ ഫെലോഷിപ്പിന്റെ കൂട്ടായ്മയ്ക്ക് കീഴിൽ ഉൾപ്പെടുന്നതാണ്. എല്ലാ വർഷവും വിവിധ ദേവാലയങ്ങളാണ് ഫെലോഷിപ്പിന്റെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിക്കുക. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷവും ക്രിസ്തു ജയന്തി മഹാജൂബിലിയുടെ ആഘോഷവും സംയുക്തമായി കോയമ്പത്തൂർ നഗരത്തിന് സമീപമുള്ള കുനിയമുത്തൂർ സെന്റ് മാർക്ക് ദേവാലയമാണ് ആതിഥ്യം വഹിച്ചത്. ഈ വർഷത്തെ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം രാമനാഥപുരം രൂപത അധ്യക്ഷനും ഫെലോഷിപ്പിന്റെ രക്ഷാധികാരിയുമായ മാർ പോൾ ആലപ്പാട്ടാണ് നിർവഹിച്ചത്. ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് മാർ പോൾ ആലപ്പാട്ട് പിതാവ് വ്യക്തമാക്കി. യേശുവിൻ്റെ ദൈവപുത്ര സ്ഥാനത്തിനെതിരെയുള്ള നീക്കങ്ങൾക്ക് പിതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് വിശ്വാസ പ്രമാണത്തിന് തുടക്കം കുറിച്ച AD 325 ഒന്നാം നിക്യ സുന്നഹദോസിന്റെ 1700-ാം വാർഷികം എക്യുമെനിക്കൽ സഭകൾ ഒന്നിച്ചാഘോഷിക്കുന്ന വർഷം കൂടിയാണിത്. അതിനാൽ ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് കർത്താവ് ജനിച്ച 2025-ാം വർഷത്തിന്റെ പൂർത്തീകരണത്തിനോടൊപ്പം തന്നെ നിക്യ സുന്നഹദോസിന്റെ പ്രാധാന്യവും വിളിച്ചോതുന്നതായി പിതാവ് ഓർമ്മിപ്പിച്ചു. കർത്താവ് ജനിച്ചിട്ട് 2025 വർഷം ഈ ഡിസംബർ 25-ന് പൂർത്തിയാക്കുകയാണ്. അതാണ് 2025-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മയുടെ വർഷം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. 2025 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ക്രിസ്മസ് 2025-ാം ക്രിസ്മസിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് അത് വലിയ സന്തോഷമുള്ള ദിവസമാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും അഭിമത്ത തിരുസഭ, ക്രൈസ്തവ സഭ 4-ാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ തിരുക്കർമ്മങ്ങളിൽ നമ്മൾ ഏറ്റുചൊല്ലുന്ന എക്യുമെനിക്കൽ അല്ലെങ്കിൽ നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം അത് രൂപപ്പെട്ടത് ആദ്യത്തെ എക്യുമെനിക്കൽ കൗൺസിലാണ്. അത് AD 325 യേശുവിൻ്റെ ദൈവപുത്ര സ്ഥാനം നിഷേധിച്ച ആര്യനിസത്തിനെതിരെ പിതാക്കന്മാർ ഒരുമിച്ച് കൂടിയിട്ടാണ് വിശ്വാസ പ്രമാണം തുടക്കം കുറിച്ചത്. ആ വിശ്വാസ പ്രമാണമാണ് ത്രിത്വത്തിലെ മൂന്നാളുകൾ തുല്യരല്ല എന്ന് പറഞ്ഞ മാർസിനെതിരെ സംസാരിച്ച് അങ്ങനെ അതിനെതിരെ കൂടിയ 351 എക്യുമെനിക്കൽ കൗൺസിൽ, 2ാമത്തെ കൗൺസിൽ. അതുകൊണ്ടാണ് നിശ്ചയ കോൺസ്റ്റാന്റിനോപ്പിൾ ക്രീഡ് വിശ്വാസ പ്രമാണം എന്ന് ഈ വിശ്വാസ പ്രമാണത്തെ കുറിച്ച് പറയുന്നത്. അതിന് തുടക്കം കുറിച്ച AD 325 ഒന്നാമത്തെ നിക്യ സുന്നഹദോസ് കഴിഞ്ഞിട്ട് ഇത് 1700 വർഷം തികയാണ്. അപ്പോൾ എക്യുമെനിക്കൽ സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണിത്. ക്രൈസ്തവ സഭകൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കായി ഭിന്നിച്ചു പോയതായും എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ഐക്യത്തിനു വേണ്ടിയാണെന്നും മാർ പോൾ ആലപ്പാട്ട് ആഹ്വാനം ചെയ്തു. ഒരു ക്രിസ്തുവിശ്വാസവും ഒരു മാമോദീസ സ്വീകരണവും സ്വീകരിച്ച നമ്മളെ ഒന്നിപ്പിക്കുന്ന കണ്ണികൾ കൂടുതൽ ശക്തമാകണമെന്നും പിതാവ് വ്യക്തമാക്കി. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേര് ആഘോഷിക്കുന്ന ജന്മദിനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യേശുവിൻ്റെ ജന്മദിനമാണ്. ഏറ്റവും കൂടുതൽ ജാതിയിൽപ്പെട്ടവരും ഏറ്റവും കൂടുതൽ മതങ്ങളിൽപ്പെട്ടവരും ഒരുപോലെ സന്തോഷത്തോടു കൂടി കൊണ്ടാടുന്ന ഒരു സുദിനമാണ് ക്രിസ്മസ്. ആ ക്രിസ്മസ് കൊണ്ടാടുമ്പോൾ ഇവിടെ കർത്താവ് നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. 2020 ഒന്നാമത്തെ ക്രിസ്മസ് പരിശുദ്ധ അമ്മയും ഔസപിതാവും ആട്ടിടയന്മാരും പൂജരാജക്കന്മാരും ഒക്കെ ആഘോഷിച്ചപ്പോൾ എങ്ങനെയാണ് ആഘോഷിച്ചത്? 2025 ശേഷം 25 വർഷങ്ങൾക്ക് ശേഷം 2026-ാമത്തെ ക്രിസ്മസ് ആഘോഷിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ, പലയിടങ്ങളിൽ ഒരുമിച്ച് കൂടുമ്പോൾ ആ ക്രിസ്മസിന് എന്ത് പറ്റി എന്ന് ചിന്തിക്കേണ്ട ഒരു അവസരമാണിത്. കർത്താവിൻ്റെ ഹൃദയവും തിരു കുടുംബത്തിൻ്റെ മനസ്സും മനസ്സിലാക്കി ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഈ കാർട്ടൂണിൽ കാണുന്ന ഒന്ന് ചുവട് മാറ്റി ചവിട്ടിയിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു എന്ന് പറഞ്ഞത് ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് പറയാൻ സാധ്യതയുണ്ട്. യേശുവിൻ്റെ മനസ്സും ഹൃദയവും അനുസരിച്ച്
ക്രിസ്മസ് ആഘോഷിക്കാൻ ഞാൻ എന്തുമാത്രം ഒരുങ്ങി ചിന്തിക്കാൻ ഇടവരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനവിഭാഗം കൊണ്ടാടുന്ന സുദിനമാണ് ക്രിസ്മസ്. ക്രിസ്തുവിൻ്റെ മനസ്സും തിരുക്കുടുംബത്തിൻ്റെ വിശ്വാസവും ആഗ്രഹിച്ചതുപോലെ ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്ക് കഴിയണമെന്നും മാർ പോൾ ആലപ്പാട്ട് അഭിപ്രായപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ മനസ്സും ഹൃദയവും അറിഞ്ഞ് ക്രിസ്മസ് ആഘോഷിക്കാൻ ഓരോരുത്തർക്കും കഴിയണമെന്നും മാർ പോൾ ആലപ്പാട്ട് വ്യക്തമാക്കി. നേരത്തെ ദേവാലയത്തിലെത്തിയ മാർ പോൾ ആലപ്പാട്ട് പിതാവിനെയും വിവിധ ക്രൈസ്തവ സഭകളിലെ വൈദികരെയും സന്യസ്തരെയും സിസ്റ്റർമാരെയും വിശ്വാസികളെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വേദിയിലേക്കും ദേവാലയത്തിലേക്കും ആനയിച്ചത്. തുടർന്ന് പ്രാർത്ഥനാ ഗാനത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. പ്രാർത്ഥനാ ഗാനത്തിനു ശേഷം വേദപുസ്തക വായനയും നടന്നു. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പിതാവ് തിരിതെളിക്കുകയും ചെയ്തു. യോഗത്തിൽ CCF പ്രസിഡന്റ് ഫാദർ ജോൺസൺ വിപ്പാട്ടുപറമ്പിൽ, കുനിയമുത്തൂർ സെന്റ് മാർക്ക് പള്ളി വികാരി ഫാദർ ബിജോ പാലായിൽ, CCF ഭാരവാഹികളായ ഫാദർ ബിനു ജേക്കബ്, ഫാദർ ബിനോ ജേക്കബ്, ഫാദർ രഞ്ജിത്ത്, ഫാദർ മാത്യു പനക്കൽ, ഫാദർ ജെയ്നാൻ, ഫാദർ ഉമ്മൻ, ഫാദർ ജോസഫ് ഈപ്പൻ, ഫാദർ റിജിൽ എം ജോർജ്, ഫാദർ ജിനു ജോബ്, ഫാദർ ജോൺസൺ ഇമ്മട്ടി, CCF സെക്രട്ടറി ബെന്നി ചാക്കോ, CCF ജോയിന്റ് സെക്രട്ടറി ആനി വർഗീസ്, ജോൺ കെ ജോൺ, ജയറാണി പ്രൊവിൻഷ്യൽ, സിസ്റ്റർ ശാലിനി, പൊള്ളാച്ചി ആരോഗ്യമാതാ പ്രൊവിൻഷ്യൽ, സിസ്റ്റർ പുഷ്പ, CMI പ്രൊവിൻഷ്യൽ, ഫാദർ സാജു ചക്കാലക്കൽ, രാമനാഥപുരം രൂപത വൈസ് ചാൻസലർ ഫാദർ ഫ്രാങ്ക് കണ്ണനായിക്കൽ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. യോഗത്തിനു ശേഷമായിരുന്നു ക്രിസ്മസ് കരോൾ മത്സരങ്ങൾക്ക് തുടക്കമായത്. വിവിധ സഭകളുടെ നേതൃത്വത്തിൽ 11ഓളം ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ചടങ്ങിനെ വർണ്ണാഭമാക്കി. വിവിധ സഭകളുടെ ദേവാലയങ്ങളിൽ നിന്നായി നിരവധി വിശ്വാസികളാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയത്. ന്യൂസ് ഡെസ്ക് ഷെക്കീന ന്യൂസ്.